കട്ടിലി കിടന്നുറങ്ങേണ്ട പെണ്ണു വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കണ്ണും വീഴ്ച അസത്ത്. വിജയേട്ടൻ ഇത് നിസ്സാരമായിരിക്കും. ഇതൊക്കെ മുളയിലെ നുള്ളില്ലെങ്കിലേ ശരിയാവില്ല. നീ പറഞ്ഞത് ശരിയാ രത്നമേ. ഗോവിന്ദൻകുട്ടിയുടെ മോൾക്ക് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ഒളിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ? മടല് വെട്ടി പുറം വഴി അടിക്കണം, അതല്ലേ വേണ്ടത്? വിജയേട്ടന് അങ്ങനെയാണ് മനസ്സിലായതെങ്കിൽ അങ്ങനെ തന്നെ. വയസ്സ് ഇത്ര ആയില്ലേ വിജയേട്ടാ? ഇപ്പോഴേ ഒളിഞ്ഞു നോട്ടം. എന്ത് കാണാനാ ഇവിടെ? ഹലോ. രത്നമ്മയാണോടി? ഞാനേ കരുനാഗപ്പള്ളിന്നാ. എന്താ വിശേഷം? ഓ, ഇവിടെ എന്തോന്ന് വിശേഷം? ഞാനൊരു കാര്യം പറയാനാ വിളിച്ച്. സുനിത അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ടേ. ഒറ്റയ്ക്കോ? ചന്ദ്രൻ അവളെ കൊണ്ടുപോയിരിക്കുക ബസ് സ്റ്റാൻഡില് ട്രാൻസ്പോർട്ട്. ചേർത്തല ഫാസ്റ്റ് കയറ്റി വിട്ട് അവള് 2 മണിക്കൂറിനകത്ത് അങ്ങ് എത്തിക്കോളൂ. ചന്ദ്രേട്ടനോട് അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ പറയാൻ മേലായിരുന്നു അമ്മയ്ക്ക്. അവന് കടയിലിരിക്കണ്ടേടി, നീ എന്താ ഈ പറയുന്നേ? സുനിത അങ്ങ് വന്നോളും. എന്നാലും തനിച്ച് അവളങ്ങ് വന്നോളും, അവക്ക് പേടിയൊന്നുമില്ല. ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോ ഏതെങ്കിലും ബൂത്തിൽ കയറി നിന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം വിജയം ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നാ മതി. ഇല്ലെങ്കിലും അവളങ്ങ് വന്നോളും. അമ്മയ്ക്ക് സുഖല്ലേ? ഇവിടത്തെ സുഖമൊന്നും പറയണ്ട. മോളെന്തെടുക്കുന്നടി? സുഖമായിട്ട് കിടക്കുന്നോ? കൊഴപ്പൊന്നുമില്ലമ്മേ, എപ്പോഴും ചിരിയാ. വഴക്കും കരച്ചിലും ഒന്നും ഇല്ലാത്തത് ഭാഗ്യം. എടി, ജാനി പോരു കുത്താതെ നോക്കണേ. ശല്യമനതും ഉണ്ടോ? ഇല്ലമ്മേ. അതിനെ കൊണ്ടേ കളയാൻ പറ വിജയനോട്. എടി, വേലക്കാരിയുടെ കാര്യം നോക്കണേ.
എത്രയും പെട്ടെന്ന് ഒരാളെ സംഘടിപ്പിക്കുക. നോക്കുന്നുണ്ടമ്മേ. താമസിയാതെ കിട്ടുമെന്ന വിജയേട്ടൻ പറഞ്ഞത്. ശരി, എന്നാ വെക്കുവാടി. STDയാ. ചന്ദ്രന്റെ ഫോൺ ബില്ല് കാണുമ്പോ എപ്പോഴും ദേഷ്യ. ഞാൻ ലോകം മുഴുവൻ വിളിക്കുന്നെന്നാ അവന്റെ വിചാരം. വെക്കട്ടെ? ശരിയമ്മേ. ആ. നീ കുറെ നേരമായോ വന്നിട്ട്? വന്നുടനെ ഞാൻ ചേച്ചിയെ വിളിച്ചായിരുന്നല്ലോ ബൂത്തിന്ന്. ആ, ഞാനൊരു 5 മിനിറ്റ് വൈകി. ഇറങ്ങാൻ നേരത്തൊരു കേസ് കേട്ട് വന്നു. വില്ലേജ് ഓഫീസല്ലേ. വഴി പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നേനല്ലോ. ഭയങ്കര ധൈര്യക്കാരിയാ അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ കരുനാഗപ്പള്ളിന്ന് കൊല്ലം വരെ പോയി പഠിച്ചോണ്ടിരുന്നല്ലേ ദിവസവും ബസ്സിന്. അല്ല, എന്തൊക്കെയാ നീ പഠിച്ചത്? സാധാരണ മനുഷ്യർ എന്തൊക്കെയാ പഠിക്കാറ്? SSLCയും പ്രീ ഡിഗ്രി. 10 ഗുസ്തി എന്ന് പറയും പണ്ടുള്ളവര്. ഇത് പഠിക്കാനാണോ നീ കൊല്ലത്ത് പോയത്? പോളിടെക്നിക്ക് പഠിക്കാൻ പോയതാ. ആഹാ, അത് പറ. അതിന്റെ പഠിത്തം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ഇനി വല്ലതും പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? എനിക്ക് ജേർണലിസം പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. പത്രപ്രവർത്തനം എനിക്ക് വലിയ ഇഷ്ടാ അത്. നീ വിചാരിക്കുന്ന പോലെ അതത്ര വലിയ ഈസി ഒന്നും അല്ല. തലക്കകത്തേ വല്ലതും വേണം. എന്റെ തലക്കകത്തൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വില്ലേജ് ഓഫീസിൽ പണിക്ക് പോയേനെ. നീ ആള് കൊള്ളാലോടി. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. നീ രത്നമേ സഹായിക്കാൻ തന്നെയല്ലേ വന്നത് അല്ലേ? എന്താ ഇപ്പൊ സംശയം? അല്ല, പോളിടെക്നിക്കും വില്ലേജ് ഓഫീസും ജേർണലിസവും. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. പാവൻ രത്നമേ കഷ്ടത്തിലാക്കല്ലേ. ഞാനും അവളും കൂടി നിനക്ക് വെച്ച് വിളമ്പി തരേണ്ടി വരുമോ? അമ്മ അത്യാവശ്യം റെസിപ്പീസ് ഒക്കെ തന്ന വിട്ടിരിക്കുന്നെ. ചോറ് വെക്കാൻ അറിയാം, ചായ ഉണ്ടാക്കാനും അറിയാം. പിന്നെന്താ വേണ്ടേ? കുറച്ച് പച്ചക്കറി എല്ലാം കൂടി വെട്ടിക്കൂട്ടി എന്തെങ്കിലും കറിപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്താ പോരെ? എന്റെ ഈശ്വര, ആശുപത്രി അടുത്തെവിടെയെങ്കിലും ഉണ്ടോന്ന് നേരത്തെ നോക്കി വെക്കാം അല്ലേ? നീയൊന്നും കഴിച്ചില്ലല്ലോ. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോവാം. പാഴ്സലും വാങ്ങണം. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കണ്ടോ? ഇത് നോക്കിക്കേ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ദേ ഇത് നോക്കിയേ, കുക്കുടേ, നോക്കിങ്ങോട്ട്. വേറൊരു സൂത്രം കാണിച്ചു തരാവേ. ജാനി, കുഞ്ഞിനെ ഇപ്പൊ ചവിട്ടിയാലോട് നീ. കുറച്ച് മാറി ഇരുന്ന് കളിച്ചാൽ മതി കേട്ടല്ലോ.
കുഞ്ഞിന്റെ ദേഹത്തിനടുത്തോട്ട് കളിപ്പാട്ടം കൊണ്ടുചെല്ലണ്ട. കുഞ്ഞാവേ ഇത് നോക്കിയേ. എന്തോ അടി കിടന്ന് തൊള്ള കീറുന്നേ? ആഹാ, ഇവിടെ ആകെ കൊളാക്കിയോടി കള്ളി. നീ ചെന്ന് തുടയ്ക്കാനുള്ള തുണി എടുത്തോണ്ട് വാ. ചെല്ല്. ആ തുണി കൊണ്ട് തറ തുടച്ച് വൃത്തിയാക്ക്. ഞാൻ മോളെ കഴിച്ചിട്ട് വരാം. ഇവിടെ കിടന്നു കേട്ടോ. അമ്മ ഇപ്പൊ വരാവേ. നീ ഇതുവരെ തറ തുടച്ചില്ലേ ജാനി? നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ ഈ തറ തുടച്ച് വൃത്തിയാക്കാൻ? എന്താടി നോക്കി നിൽക്കുന്നേ? എനിക്ക് അറപ്പാ. ആഹാ, അറപ്പോ? എന്താടി ഇത്ര അരയ്ക്കാൻ? ഞാൻ തുടയ്ക്കുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ? നിന്നോടല്ലടി പറഞ്ഞു തുടയ്ക്കാൻ. എനിക്ക് അറപ്പായിട്ടാ. ആഹാ, നിന്റെ അറപ്പ് ഞാൻ ഇന്ന് തീർത്തിട്ടേ ഉള്ളൂ. നിന്റെ അറപ്പ് തീരട്ടെ. നിന്റെ അറപ്പ് കൊച്ചിലെ മുതൽ ഓരോ ദുശാട്ടികള് അത്ര കൊള്ളത്തില്ലല്ലോ. പിടിക്കടി, പിടിക്കാൻ, പിടിക്കാൻ, തുടക്കടി, എടി തുടക്കാൻ, തുടക്കടി, തുടക്ക്, പറഞ്ഞ അനുസരിക്കടി. കരഞ്ഞു കാണിച്ച് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട നീ. തുടക്കടി, തുടക്കടി. നല്ല വൃത്തിയായിട്ട് തുടക്കേ. ആഹാ, മുട്ടേന്ന് വിരിഞ്ഞില്ല. അനുസരണക്കേട്. ആ തുണിയാ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് നല്ലോണം ഇളക്കി പിഴിഞ്ഞേ. എടുക്കടി, ഇട്. നന്നായിട്ട് പിഴിഞ്ഞെടുക്ക. എടുത്ത് പിഴിയടി.
രണ്ട് കൈയും മുറുക്കി പിടിച്ച് പിഴിയടി. ആ ഇനി ഒന്നുകൂടെ ആ നിലം തുടക്കി. നിന്നോടല്ലേ തുടയ്ക്കാൻ പറഞ്ഞത്? തുണി നല്ലപോലെ വിരിച്ചിട്ട് തുടക്കടി. ഇനി ആ തുണി ബക്കറ്റിലെ വെള്ളത്തിലേക്ക് എടുത്തിട്. എഴുന്നേക്ക്. കുളിമുറി കൊണ്ടുപോയി ആ തുണി വൃത്തിയായിട്ട് കഴുകിയിട്. ആ ബക്കറ്റിലൂടെ എടുത്തോണ്ട് പോ. അച്ഛൻ വരുമ്പോ ഞാൻ പറയല്ലോ. അയ്യോടി കേമി, അച്ഛൻ വന്ന ഉടനെ എന്നെ അങ്ങ് ഹിംസിക്കും. പറഞ്ഞതങ്ങ് അനുസരിച്ചോ മര്യാദക്ക്? ചെല്ലടി. നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടുവാ. വയസ്സ് 7 ഓരോരോ ജോലികൾ ചെയ്ത് പഠിച്ചില്ലെങ്കിലേ ശരിയാവത്തില്ല. നല്ല വൃത്തിയായിട്ട് കഴുകണം. ആദ്യം തുണി തിരുമ്മിയിട്ട് ആ വെള്ളം മറിച്ച് കളയണം. എന്നിട്ട് വീണ്ടും ബക്കറ്റ് വെള്ളം പിടിച്ച് അതിലിട്ട് തിരുമണം. തുണികളെടുത്ത് കൈ പിടിച്ചിട്ട് വേണം ബക്കറ്റിലെ വെള്ളം മറിച്ച് കളയാൻ. ടാപ്പ് തുറന്ന് വെള്ളം പിടിക്കും. ഇത്ര കരയാൻ എന്തുണ്ടായിടി? ആ ചെറിയ തുണിക്കഷ്ണം ഒന്ന് നനച്ചിടാൻ പറഞ്ഞാണോ? നിന്റെയൊക്കെ ഡ്രസ്സ് ഞാൻ എത്ര തവണ കഴുകിയിരിക്കുന്നു. ആ സോപ്പൊട്ടിന്ന് ഇത്തിരി സോപ്പ് എടുത്ത് തിരുമ്മി കഴുക. ആ തുണി എടുത്ത് തറയെ വെക്ക്. എന്നിട്ട് അതിൽ സോപ്പിട്ട് തേക്ക്. ടാപ്പ് നിർത്താൻ ഇനി പ്രത്യേകം പറയണോ? സോപ്പ് തേച്ചിട്ട് നല്ലപോലെ തിരുമണം. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കഴുകണം. അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം. ഞാൻ ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ?